അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വീട്ടമ്മ മരിച്ചു എന്നുള്ളതാണ്. മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി റംലയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിപിൻ സി വിജയനാണ് ചേരുന്നത് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇന്നത്തെ പ്രഭാതത്തിൽ ഇത് വല്ലാതെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വീണ്ടും വരുന്നത്. ഒരു കുഞ്ഞ് മരിച്ചു. 3 മാസം പ്രായമായ കുഞ്ഞ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്നു, മരിച്ചു എന്ന വാർത്തയ്ക്കൊപ്പം തന്നെ അതിന് പിന്നാലെ അടുത്ത വാർത്തയും. വീട്ടമ്മ മരിച്ചു. 52 വയസ്സായിരുന്നു ഈ വീട്ടമ്മയ്ക്ക്. വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്ത. വിപിൻ, പറയൂ കൂടുതൽ വിവരങ്ങൾ. അതേ സ്മിത, ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു. വീട്ടമ്മയാണ് മരിച്ചിരിക്കുന്നത്. ഇവർക്ക് 52 വയസ്സായിരുന്നു. മലപ്പുറം വേങ്ങര കണ്ണമംഗലം കാപ്പിൽ സ്വദേശിയായിട്ടുള്ള റംലയാണ് മരിച്ചത്. ഇവർക്ക് ജൂലൈയിൽ തന്നെ ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് ചികിത്സ ആരംഭിച്ചത്. ആദ്യം തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ആയിരുന്നു ചികിത്സ. പിന്നീടാണ് 4-ാം തീയതിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. കുറച്ച് ഒരു ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് വാർഡിലേക്ക് മാറ്റിയെന്നുണ്ടെങ്കിലും പനിയും ഛർദിയും ഒക്കെ മൂർച്ഛിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് മരണം സംഭവിച്ചത്. ഇന്നലെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജില്ലയിൽ തന്നെ വലിയൊരു ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 14 പേർക്കാണ് ഈ വർഷം തന്നെ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പരപ്പനങ്ങാടി മേഖലയിലും ഒക്കെയാണ്. വേങ്ങരയിൽ ഇത് 2-ാമത്തെ മരണമാണ് ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്തൊക്കെ മൂക്കിൽ വെള്ളം കയറാതെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഇതിനോടകം തന്നെയുണ്ട്. ആ ഒരു സമയത്ത് കൂടിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ പേരുടെ ജീവൻ കവരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു 3 മാസം പ്രായമായ കുഞ്ഞ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 3 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നത് അല്പസമയം മുമ്പാണ്. അതിനിടയിലാണ് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി റംല എന്ന സ്ത്രീയാണ്. 52 വയസ്സുള്ള റംലയാണ് മരിച്ചത്. വീട്ടമ്മയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിപിൻ, ഈ കേസുകളുടെ എണ്ണം കൂടിയതിന് പിന്നാലെ ജാഗ്രത കടുപ്പിക്കുകയും പരിശോധന ശക്തമാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലും ഒരു കൺഫ്യൂഷനായി നിന്നത് ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതിലൊക്കെ പലർക്കും പല ഇടങ്ങളിൽ നിന്നായി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി കൂടുതൽ ജാഗ്രത ആരോഗ്യവകുപ്പ് വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. ഈ ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന അതൊരു വെല്ലുവിളിയായിരുന്നില്ലേ ഇതിനിടയിൽ, വിപിൻ? റിജിത്തെ, ആദ്യഘട്ടത്തിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളവുമായി ആളുകൾ കൂടുതൽ സമ്പർക്കം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ രോഗം വരുന്നു, അല്ലെങ്കിൽ അത് വേനൽക്കാലത്ത് വരുന്നു എന്നുള്ളതൊക്കെയാണ് ആരോഗ്യവകുപ്പ് തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് മഴക്കാലമാണ്. മഴക്കാലത്ത് അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്നു എന്നുള്ളത് ഒരു കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിന് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എല്ലായിടത്തും ജലാശയങ്ങളിൽ ശുചീകരണവും അതിന്റെ ക്ലോറിനേഷൻ നടപടികളും എടുത്തിരുന്നു. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഈ ശുചീകരണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് കൂടി ഇതിനൊരു ആശങ്ക കൂട്ടുന്നതാണ്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അത് തലച്ചോറിൽ കയറിയതിന് ശേഷം ആണ് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അത് രോഗം പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കാനുള്ളൊരു ഇടവരുത്തുന്നു എന്നുള്ളത് കൂടി ആശങ്കയാണ്. അപ്പോൾ ഉറവിടം കണ്ടെത്തുക, അത് പരമാവധി മൂക്കിലേക്ക് വെള്ളം കയറാതെ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ അതൊരു കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനോടകം പറയുന്നത്. ക്ലോറിനേഷൻ നടപടികൾ അത് സജീവമായി തന്നെ നടത്താൻ തന്നെ ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ള ഒരാൾ കൂടി മരിച്ചു എന്നുള്ള വാർത്ത അത് വലിയ രീതിയിൽ തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായി മാറുകയാണ്. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.